ജീവിതം തകർക്കാൻ ആരും നോക്കല്ലേ. ഈ എഴുതുന്നവർക്ക് പലതും എഴുതാം, ഉള്ളിലെ അവസ്ഥ ആർക്കും അറിയില്ല. ശരിക്കും ഒരപ്പ ആയതുണ്ടല്ലോ. സന്തോഷത്തിലാ പോകുന്ന കുട്ടിയെ. ഞാൻ മരിച്ചു വീട്ടിലല്ലോ. ഞാനിവിടെ തന്നെ ഉണ്ട്. നീ എന്ത് ഇങ്ങനെ അറിയുന്നു? ഞങ്ങളെപ്പോലെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഹാപ്പി ഉണ്ട്. ഒട്ടും അറിയാത്ത പോലെ നടിക്കുന്നവരാണ്. അതൊരു കുറ്റമാണ്, തെറ്റല്ല. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണെന്നുള്ളത് എനിക്കും അറിയാം, അവരിങ്ങനെ ചെയ്തു എന്നുള്ളതും എനിക്കറിയാം. വൈറൽ കപ്പിൾ ആത്മഹത്യ ചെയ്യാൻ പിടിച്ചിരുന്ന എന്നെ കണ്ട് ഓമനത്തും. ഇതെനിക്ക് തിരിച്ച് കിട്ടിയതുകൊണ്ട് അത്രയും സന്തോഷം. എന്താ പറയണ്ടല്ലോ, സന്തോഷം. ഈ റേഡിയോ ജോക്കിയിലേക്കും ഈ ഒരു ഡബിംഗ് ഫീൽഡിലേക്കൊക്കെ വരാനുണ്ടായ കാരണം എങ്ങനെയാണ്? ആ ഒരു തുടക്കം എൻ്റെ ഒരു മെന്റർ എന്ന് പറയുന്നതിനേക്കാളും എൻ്റെ ദീദി ബക്കു എന്നാണ് ഞങ്ങൾ വിളിക്കുക. എല്ലാവരും ബക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോയിസ് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ബക്കു, കൽപ്പന എന്ന പേര്, ടെലിഫോൺസിനും ഓൾ ഇന്ത്യ റേഡിയോയ്ക്കും ദൂരദർശനും കുറേ കമേഴ്ഷ്യൽസിനെല്ലാം വോയിസ് ചെയ്ത് വൺ മൊബൈലിൽ വർക്ക് ചെയ്ത് എല്ലാവർക്കും അറിയാം ബക്കുവിനെ. ബക്കു ഒരു ദിവസം വന്നിട്ട്, എടാ നാളെ നിനക്ക് റെക്കോർഡിംഗ് ഉണ്ട് ഭയ്യ, നാളെ നിനക്ക് റെക്കോർഡിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ദീദി എനിക്ക് അറിയില്ല, എനിക്ക് വോയിസ് ഓവർ എന്ന് പറഞ്ഞ സാധനം ഞാൻ ജീവിതത്തിൽ തൊട്ടിട്ടില്ല. അപ്പം എനിക്ക് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങൾ, ദാറ്റ് സ്റ്റാർട്ടഡ്. ശബ്ദം നല്ലതാണോ ചീത്തയാണോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അന്ന് സ്റ്റുഡിയോയിൽ നിന്ന് അടുത്ത ദിവസം രാവിലെ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു ഡോക്യുമെൻ്ററി വോയിസ് ഓവർ ചെയ്തിട്ട് കയ്യിൽ പൈസ വാങ്ങിക്കുമ്പോഴാണ് ഇതൊരു ഏർണിംഗ് ആണ്, ഇതൊരു തൊഴിലാണ്, എനിക്കും പറ്റും എന്ന്. ഇന്ന് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനടുത്ത് പറയുന്നത്, നിങ്ങൾ ബേസിക് എക്സസൈസസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഈ 16 വർഷം കൊണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ 16 വർഷം കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കൂടിയാണ് നിങ്ങൾ കയറുന്നത്. ദാറ്റ്സ് ദ ബെനിഫിറ്റ് യു ഹാവ്. അങ്ങനെ പഠിച്ചു വരുന്നവർ അതിൽ ഏൺ ചെയ്യുന്നുണ്ട്, അതിൽ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അവർ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രഭാഷണത്തിന് എൻ്റെ സ്റ്റുഡൻറ്റ് പഠിപ്പിച്ച സ്റ്റുഡൻറ്റ് എൻ്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്നു. ഒത്തിരി സന്തോഷമുണ്ട്. സോ അങ്ങനെ വോയിസ്, എല്ലാവരുടെയും വോയിസ് നല്ലതാണ്. ഇപ്പോൾ വെള്ളം കുടിക്കണം, ഒരിക്കലും ത്രോട്ട് ഡ്രൈ ആവാൻ പാടില്ല, ഓവർ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല, ഏറ്റവും മോശം എന്ന് പറഞ്ഞാൽ നിലവിളിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. 2, വോയിസിങ് ടെക്നിക്സും മൈക്കിനെയും മനസ്സിലാക്കിയിട്ട് മാത്രമേ ബിഹേവ് ചെയ്യാവൂ. കാരണം മൈക്ക് അറിയാവുന്ന ഒരാൾക്ക് നിലവിളിക്കാം, ബഹളം വയ്ക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. ഹീൽ ബി ഫ്ലെക്സിബിൾ. ഇന്നലെ രാത്രി ഒരു 12:30-1 മണിക്ക് ഞാൻ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുക. സോ അത് എല്ലാ സമയത്തും വോയിസിനെ ഒരേപോലെ കൊണ്ടുപോകാൻ നമ്മുടെ ബ്രീതിങ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അത് ദീസ് ആർ ടെക്നിക്സ് വിച്ച് പല ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇതേപോലെ യൂട്യൂബിൽ ഈ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ വളരെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഇടയില് ഇപ്പൊ സന്തോഷത്തിലാ പോകുന്ന കുട്ടിയെ. അതിനിടയില് ഇതിനിടയില് ഇപ്പോ വർക്കിംഗ് ഉണ്ട്. ഇപ്പൊ ബ്യൂട്ടീഷ്യൻ ആയിരുന്നു, അതിപ്പോ നിർത്തിവെച്ചു. വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് മനസ്സിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ ഇടയിൽ ചെയ്യണം. എനിക്ക് ബ്യൂട്ടി പാർലർ കൊണ്ടുപോകുന്നുണ്ട്, അല്ലാതെ തമിഴ് വർക്ക് ചെയ്യണം. വേറെ ഒന്നും തമിഴ് സീരിയല്, അതാണ് എനിക്ക് എന്നിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഃഖമായിട്ട് ഭയങ്കര പ്രശ്നം. അതൊരാഗ്രഹമുണ്ട്. തമിഴിൽ എനിക്കൊരു സീരിയൽ ചെയ്യാൻ, നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹം. ചോദിച്ചാൽ പറയും തമിഴ് എനിക്ക് അറിയില്ല എന്നൊക്കെ. തമിഴ്നാട്ടിൽ നിന്ന് പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്ത ആരെങ്കിലും ആർട്ടിസ്റ്റൊക്കെ വിളിക്കുമ്പോൾ സംസാരിക്കാൻ ഞാൻ നാണിച്ചു ഗംഭീര തമിഴ്. അതിങ്ങനെ സമയോചിതമായിട്ട് ഇങ്ങനെ വരും. അതങ്ങനെ വന്നു പോന്നല്ലേ? അതെ, അറിഞ്ഞുകൊണ്ടാണ്
വേറെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ ഇപ്പോ, ലാംഗ്വേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വൈകാതെ ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് വരാം. അത് തന്നെ, അതാണ് അതാണ് വേണ്ടത്. ഞങ്ങൾ ഒരുമിച്ച് കോടതിയിൽ പോവാം. ഞാൻ ഇവിടെ വന്നപ്പോ ഒരുപാട് പിക്ചേഴ്സ് കണ്ടു, നല്ല വരപ്പ്, നല്ലൊരു ഡ്രോയിങ്. എന്തല്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, ഓൾറെഡി എല്ലാവർക്കും അറിയാം, എല്ലാമാണ്. ഇനി എന്തെങ്കിലും പഠിക്കാനായിട്ട് ബാലൻസ് ഉണ്ട്? കുറേ ഉണ്ട്. MBBS ചെയ്യാനുണ്ട് അല്ലേ? പിന്നെ സോഷ്യോളജി നമ്മൾ പഠിച്ചിട്ടില്ല. ജോഗ്രഫി, ജിയോളജി, സോഷ്യോളജി കുറേ ഇല്ലേ? പറ്റേ ദിവ്യ ചേച്ചിയുടെ പിക്ചർ വരയ്ക്കണം എന്ന് തോന്നുന്നു. എങ്ങാനും ഒരു വര മാറിക്കഴിഞ്ഞാൽ കുഞ്ഞുമകളെക്കാളും എനിക്കായിരിക്കും വിഷമം ഉണ്ടാവുക. ബിക്കോസ് ഇത്രയും സൗന്ദര്യമുള്ള ആള് നമ്മൾ വരച്ച് ഞാൻ എന്തിനാ ചീത്ത? मैं अगर कहूँ तुम सा हसीन कायनात में है कोई नहीं, तारीफ भी तो सच है कुछ भी नहीं. എങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ദിവ്യ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? സാറിന്റെ അപ്പിയറൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തുറന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും? അല്ല, ഞാന് താടിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടായിരുന്നു. മീൻസ് അങ്ങനെയല്ല, അങ്ങനെ കാണുമ്പോ എന്തോ ഒരു ഭംഗി തോന്നുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ളൊരു ഫോട്ടോ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, കുറച്ചൊന്ന് പത്തനംതിട്ട സീറ്റിൽ കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്താലോ, ഇത്രയാക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 10 കഴിയുമ്പോ ഞാൻ തന്നെ മാറും. അതാണ് പ്രശ്നം. കളയണ്ട. ഇപ്പൊ മോനും പറയും അത് കളയണ്ട, മോളും പറയും കളയണ്ട. ഞാൻ നേരത്തെ വന്നപ്പോ ചേച്ചി എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഹെയർ ഒന്ന് സ്റ്റെപ്പ് കട്ട് ചെയ്തിടണം അങ്ങനെയൊക്കെ. എങ്ങനെ തോന്നുന്നു? എന്താണ് എന്തെങ്കിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തണം? ഞാൻ ഐ തിങ്ക് ഏതോ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, ഒരു ഹസ്ബൻഡും ഒരു വൈഫും അവർ 2 ഇൻഡിവിജ്വൽസാണ്. അവർ ഒരുമിച്ചു, അവരൊന്നായി മനസ്സുകൊണ്ട് ചേർന്നു, എല്ലാം ഓക്കെ. പക്ഷേ ഹസ്ബൻഡ് എങ്ങനെയാണോ അയാൾക്ക് അങ്ങനെ ജീവിക്കാനുള്ള രീതി, വൈഫ് എങ്ങനെയാണോ അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള രീതി, അവരുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും വേറൊരാൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ലൈഫ് അത്ര ഭംഗിയാവും. കുഞ്ഞുമോക്ക് ഹെയർ സ്റ്റെപ്പ് കട്ട് ചെയ്യണോ? ചെയ്യട്ടെ. നീട്ടി വളർത്തണോ? വളർത്തിക്കോട്ടെ. എനിക്ക് ഈ കളർ ചെയ്യണം, ചെയ്തു, കുഴപ്പമില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ആ ബന്ധത്തിൽ ഭംഗി ഉണ്ടാകും. കാരണം ഐ എം നോട്ട് ആസ്കിങ് ഹർ ടു ബി സംബഡി എൽസ്, ഐ എം ജസ്റ്റ് ആസ്കിങ് ഹർ ടു ബി ഹെർസെൽഫ്. നീ എന്താണോ അത്, നിനക്ക് എന്താണോ ആഗ്രഹം അത് ചെയ്യും. ടോക്സിക് ലൈഫിൽ നിന്നാണോ ഈ ഒരു ചിന്താഗതിയിലേക്ക് വന്നത്? തീർച്ചയായിട്ടും. കാരണം ഞാൻ എന്താണോ അതെന്താണെന്ന് എനിക്ക് അറിയാൻ വർഷങ്ങളോളം എടുത്തത്. എനിക്ക് അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റാതെ, ആരുടെയും കുറ്റമൊന്നുമല്ല, പലർക്കും അത് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ കാണുന്നത്, കുഞ്ഞുമോളെ നീ ആയിട്ട് തന്നെ ഇരുന്നു എന്ന് പറയുമ്പോൾ ആ മുഖത്ത് കാണുന്ന ആ ഒരു പുഞ്ചിരി മതി ശരിക്കും ചിലപ്പോൾ ഒരു ദിവസത്തേക്കുള്ള ഇത് നമുക്ക്. ഇപ്പൊ എന്റേതായാലും അങ്ങനെ തന്നെയല്ലേ, നമുക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല. ആരെങ്കിലും നോക്കിയ പ്രശ്നം, ആരെങ്കിലും ഇന്ത്യ പ്രശ്നം, ഭയങ്കര ഒരു എന്താണ് ആ ഫ്രീഡം എന്താന്ന് അറിയാത്തൊരു ലോകമായിരുന്നു. ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർ പോലും അവര് ട്രൈ ചെയ്യുന്നത് എന്നെ ഇന്റിമിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അയ്യോ ചേച്ചി അതിവസുന്ദരി, ആ കിളവൻ എന്തിന് അസുഖം, അതൊന്നും ഒരിക്കലും ചേരില്ല. ഞാൻ ഇതിലൊന്നും എഫക്റ്റഡ് ആവില്ല. എൻ്റെ കുഞ്ഞുമോളെ എനിക്കറിയാം, എനിക്ക് കുഞ്ഞുമോളെ അത് ഇതൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഇത് ഈ ബോധമില്ലാത്ത ആൾക്കാർ മേ ബി ദേ വിൽ ഗെറ്റ് എഫക്റ്റഡ്. എനിക്ക് പ്രശ്നമില്ല. അവരങ്ങനെ ആരാധിക്കുന്നുണ്ടോ? സൗന്ദര്യം ഉള്ളതുകൊണ്ടല്ലേ അത് ആരാധിക്കുന്നത്. വീഡിയോസും ഫോട്ടോസും ഒക്കെ സൂപ്പറാ. പക്ഷെ നീ കളവനെ കല്യാണം കഴിഞ്ഞിട്ട് മാത്രം ഞാൻ പറഞ്ഞു, അത് പറയേണ്ട എന്ത് യോഗ്യത നിനക്കില്ല. അയ്യോ, എന്ത് യോഗ്യത നിനക്കില്ല. എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ഒരാള്, വർഷങ്ങളായിട്ട് അറിയാം, വിളിച്ചിട്ട് അഡ്വൈസ്, ആള് ശരിയല്ല കേട്ടോ, ഒന്ന് സൂക്ഷിച്ചോണം, ശരിക്കും അന്വേഷിച്ചിട്ടൊക്കെ തന്നെയാണോ കല്യാണം കഴിക്കണേ എന്നൊക്കെ പറഞ്ഞ് കല്യാണത്തിന് മുന്നേ അഡ്വൈസ് ഒക്കെ ചെയ്ത ആൾക്കാരുണ്ട്. പിന്നെയും എനിക്ക് ക്ലോസ് ആയിട്ട് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലും ഒന്ന് പല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ ട്രൈ ചെയ്തു. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണെന്നുള്ളത് എനിക്കും അറിയാം, അവരിങ്ങനെ ചെയ്തു എന്നുള്ളതും എനിക്കറിയാം. കാരണം കുഞ്ഞുങ്ങൾ അങ്ങനെയൊന്നും മറച്ചു വെച്ചിട്ടില്ല, ഞാനും ഒന്നും മറച്ചു വെച്ചിട്ടില്ല. അവരെൻ്റെ ഫ്രണ്ടാണ്, ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും. അതിന് പോലും ഞാൻ റെസ്പോണ്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ പാവം കഷ്ടപ്പെട്ടിരുന്ന് മലയാളം എഴുതാൻ പറ്റാത്ത ഇൻസ്റ്റാഗ്രാമിൽ കുത്തിയിരുന്ന് മലയാളം എഴുതി അതിൽ അക്ഷരത്തെറ്റ് ഉണ്ടാക്കി എന്തെല്ലാവോ കുത്തി മറിച്ച് നിങ്ങൾ അങ്ങനെ കളവന്റെ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഒന്നിനും ഇപ്പൊ ഇന്നാളോട് സംസാരിച്ചിട്ട് ഇന്നലെ കോംപ്ലിക്കാൻ മീൻസ് ഇപ്പൊ അയ്യോ ഇത്ര മണിക്ക് ഇന്ന് ഇവിടെ എത്തണം, അയ്യോ ഇന്ന് അത് ചെയ്യരുത്, അങ്ങനെ സംഭവങ്ങൾ. ആകെ ഞാൻ പറഞ്ഞ കാര്യം ഒരു സിഗരറ്റ് വലി ഉണ്ടായിരുന്നു, അതായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുമല്ല, ഏട്ടനായിട്ട് എന്നെ അത് നിർത്തി തന്നു.
അത് എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ മാത്രം. അത് വെച്ച് കുറേ ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഏട്ടൻ തന്നെ അത് മാറ്റി കളഞ്ഞ. ഏട്ടനെ അറിയുന്നവർക്ക് അറിയാൻ പറ്റുന്ന നല്ലോണം സ്മോക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഏട്ടൻ തന്നെ മനസ്സിൽ എന്തോ ഞാൻ സെറ്റിൽ വർക്ക് ചെയ്ത സമയത്ത് എന്തോ എനിക്കൊരു മൂഡ് ഓഫ് ആയ സമയത്ത് ഏട്ടന് തോന്നി അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കുഞ്ഞുമോളെ ഞാൻ നിർത്തിപ്പോളാം. ഞാൻ പറഞ്ഞിട്ടില്ല, ഏട്ടൻ തന്നെ അത് നിർത്തി. അതുപോലെ തന്നെ ഇപ്പം അത് എൻ്റെ ലൈഫിലൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്. നമ്മളൊരു ആഗ്രഹം നമ്മൾ ഇതിനെ കൊണ്ട് വിഷമിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് നമ്മളത് ഉൾക്കൊണ്ട് ചെയ്യാന്ന് പറയുന്നത് അതൊന്നും എൻ്റെ ലൈഫിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അതൊക്കെ അതായിട്ട് അറിഞ്ഞിരുന്നത്. ഇപ്പം എൻ്റെ ആഗ്രഹം എന്താണോ അതെല്ലാം അറിഞ്ഞ് ആഗ്രഹിക്കുന്നതിലും എത്രയോ 10 മടങ്ങ് എനിക്കിപ്പോൾ തരുന്നുണ്ട്. ഞാൻ എന്താണ് കാണാത്തതും കേൾക്കാത്തതും രുചിക്കാത്തതും എല്ലാ കാര്യങ്ങളും എനിക്ക് എന്താണ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോയാൽ ചിലപ്പോൾ ഒരു സ്ഥലത്തായിരിക്കില്ല കൊണ്ടുപോകുന്നത്, പല സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പല ടേസ്റ്റ് എന്നെ കൊണ്ട് അത് അറിയിച്ചു തരും. അത് ഇത് നേരത്തെ പറഞ്ഞല്ലോ ചില ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ മണിക്ക് കാരണം ഇന്നാളും കൂടെ പോയത് നമുക്ക് ഇത്തിരി സമയം വിളിക്കേണ്ട കാര്യം എന്താണെന്നുണ്ട് അവരോട് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇനോഗ്രേഷൻ പോയ സമയത്ത് എന്താ പറയുക നാദ്ര ഏട്ടനെ താടിയൊക്കെ പിടിച്ചു ഇങ്ങനെ പിടിച്ചു. അപ്പം കൂടെ വന്ന അവർ ചോദിച്ചു പ്രശ്നമില്ല വിശേഷിച്ച് പ്രശ്നമില്ല ഇങ്ങനെ എന്തിനു പ്രശ്നം ആൾക്കാരുണ്ട് ഇല്ലാന്നല്ല അങ്ങനത്തെ ആൾക്കാരുണ്ട്. അയ്യോ പട്ടാ പ്രശ്നമാവോ മുണ്ടിയ പ്രശ്നമാവോ അങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം. ഞാൻ കുറെ അനുഭവിച്ചതാ, ഏട്ടനും കുറെ അനുഭവിച്ചതാ. ഇങ്ങനെ ഒരു കാര്യമില്ല അങ്ങനെ എനിക്ക് ജീവിച്ചിരുന്നത് കൊണ്ട് ഒരു കാര്യം. ഞാൻ തന്നെ എൻ്റെ നാദ്രയോട് വന്ന് പറഞ്ഞു നാദ്ര ഇങ്ങനെ വന്ന് ഏട്ടൻ്റെ കൈ ചേർത്ത് പിടിച്ച് ഒരു ഇങ്ങനെ പിടിച്ച് ഇല്ല ഇപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അയ്യോ ഡ്രസ് ഭയങ്കര ലക്കാണ് ഞാൻ ഇതിലൊന്നും ലക്കിൻ്റെ ഒന്നല്ല. നമ്മള് മനസ്സുകൊണ്ട് നമ്മളെ ഭർത്താവിനെ നമ്മൾ മനസ്സിലാക്കാം, ഭാര്യനെ ഭർത്താവ് മനസ്സിലാക്കാം അല്ല അത്രയല്ലേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കണം. പിന്നെന്താ പ്രശ്നമുള്ളൂ? തൊട്ടാലോ ഒന്ന് കൂടെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചാലോ ഒരുമിച്ച് യാത്ര ചെയ്താലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അല്ല കേട്ടോ ഇപ്പൊ ഹാപ്പി അല്ല കേട്ടോ, ഞാനും ഹാപ്പിയായിട്ടോ. അല്ല പലപ്പോഴും അല്ല നാദരേനെ ഇപ്പൊ നാദരയുടെ കാര്യം പറയും, പല ആൾക്കാരും കാണുന്നത് ഈ ഷോസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സംസാരിക്കുന്നു അങ്ങനെ മാത്രമാണ്. പക്ഷേ സുഴൽ ദ ബോട്ടിക്സ് പാർട്ട് 2 ആ വെബ് സീരീസിന്റെ പാർട്ട് 2-നകത്ത് നാദരയുടെ ക്യാരക്ടർ മാത്രം നോക്കിയാൽ മതി. ആസ് എൻ ആർട്ടിസ്റ്റ് എത്രത്തോളം പെർഫോം ചെയ്യുന്നുള്ളത് അറിയാം. അതേപോലെ സുഗമോദേവിയിലെ പല സീൻസിലും ഇപ്പോൾ ബാലു എന്ന് പറഞ്ഞ ക്യാരക്ടർ മരിക്കുന്ന സമയത്തുള്ള പുള്ളിക്കാരിയുടെ കരച്ചിലെ കാണുന്നത് എനിക്ക് തന്നെ വിഷമാവും. അയ്യോ പാവം പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയല്ലോ. പിന്നെ ഞാൻ അയ്യോ അത് ഞാനല്ലേ, ഞാൻ മരിച്ചു പോയിട്ടില്ലല്ലോ. എന്നോട് പറയും ഞാനിവിടെ തന്നെ ഉണ്ട്, നീ എന്താ ഇങ്ങനെ അറിയുന്നു? ഞാൻ അയ്യോ അത് ഹസ്ബൻഡല്ലേ, ഞാനിപ്പോ അതങ്ങനെ ആലോചിച്ച് നമ്മള് ചെയ്യണ്ടേ. അപ്പൊ അങ്ങനെ ഓരോ ആർട്ടിസ്റ്റിനും ഞാൻ കൊടുക്കുന്ന റെസ്പെക്ട് ആയിരിക്കും. ഈ ഒരു സീരിയൽ ഇപ്പോ ഈ ഒരു ആക്ടർ എന്നൊരു ഫീൽഡിൽ തന്നെ ഒരുപാട് ഈഗോ അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു വിവാഹമായിട്ട് ബന്ധപ്പെട്ട അവര് പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ മീഡിയ ഫീൽഡിൽ ആരെങ്കിലുമൊക്കെ? സോഷ്യൽ മീഡിയ അല്ലാതെ സീരിയൽ ഫീൽഡിലോ അല്ലെങ്കിൽ അല്ല ആദ്യം കല്യാണം കഴിക്കുന്നതിന് മുന്നേ കഴിക്കണോ നിനക്ക് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒക്കെ പറയുന്നത് ഇപ്പൊ പറയുന്നത് അയ്യോ നിന്റെ ചേട്ടപ്പൊലിയിൽ ഒരാളെ ഇനി വേറെ ഉണ്ടോ, അതുകൊണ്ട് ചേട്ടനോട് ചോദിക്ക്, നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്ക്. പിന്നെ അങ്ങനെ സ്വഭാവം ഭാഗ്യം. ആ സമയത്ത് മറ്റേ നിറത്തിലെ ലാലു ലക്ഷത്തിലെ റിയലി ഞങ്ങളെപ്പോലെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ ഞമ്മളെ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ, ഇനി വേറെ പീസൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ അവർക്ക് നമ്മളെ കല്യാണം അവർക്കൊരു എന്താണ് പറയുന്നത്, നമുക്ക് അവർക്കും ഇങ്ങനെ കല്യാണം കഴിക്കണം. ഇതേ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആരും ഈ സത്യങ്ങൾ തുറന്ന് പറയാൻ മടിയുള്ളവരാണ്, എല്ലാം ഉള്ളിൽ ഒതുക്കി. ഇപ്പൊ എന്നെ തന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ കഥകൾ പറയുമ്പം ചിലപ്പോ ഞാൻ അനുഭവിച്ചത് ഒന്നുമല്ല. അപ്പൊ അവര് പറയുന്നത് ലൈഫിൽ ഇത് നമ്മളെ ജീവിതം ഇങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പം ഭഗവാൻ ഇപ്പൊ എന്നെക്കാൾ എത്രയോ ഇരട്ടി അനുഭവിക്കുന്നവരുണ്ടല്ലോ. അപ്പൊ എന്താ അവരാരും പറയുന്നില്ല, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയും ഇതുപോലൊരാൾ ഇനി എൻ്റെ നമ്മുടെ ലൈഫിൽ വന്ന ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കാം. ഈ മക്കളിൽ ഉള്ളവരാണ് അധികം ആൾക്കാർ. 2-3 മക്കൾ ആയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് ഒരുപാട്. അപ്പോൾ എനിക്ക് ടെൻഷൻ. എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ലല്ലോ, മക്കളുണ്ടാവുമ്പോൾ എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർക്കും ഇപ്പോൾ ഒരാഗ്രഹമായി ഇതുപോലെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലൈഫ് വേണം എന്നുള്ളൊരു
ചിന്ത അവരിലും ഉണ്ട് നമ്മളെ കണ്ടുകൊണ്ട്. എന്തോ ഭാഗ്യമല്ലേ എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു ദിവസം RCCയിൽ പോവുക. 4 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കയ്യിൽ ട്രിപ്പ് ബോട്ടിലായിട്ട് ക്യാൻസറായിട്ട് എന്ന് മരിക്കും എന്നറിയാതെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ഓർഫനേജിൽ പോവുക. ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് വ്യത്യാസമില്ലാതെ സമൂഹത്തിലേക്ക് ആരാ എന്താണെന്നറിയാതെ ഒരു പേര് പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ. ജിറിയാട്രിക് സെൻറ്ററിൽ പോവുക. അച്ഛനും അമ്മയും വേണ്ടാന്ന് വെച്ചിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന മക്കളും അവരെ നോക്കാൻ വേണ്ടിയിട്ട് മാസം പൈസ അയച്ചു കൊടുക്കുന്ന കുറച്ച് ആൾക്കാർ. ഗൾഫിലുള്ള ആൾക്കാർ നാട്ടിൽ എൻ്റെ അച്ഛനമ്മ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഫോൺ പോലും ചെയ്യാൻ സമയമില്ലാതെ അത്രയ്ക്ക് ബിസിയായിട്ട് പൈസ ഉണ്ടാക്കാൻ തിരക്കിലുള്ള ആൾക്കാർ. അവരും ചീത്തയെന്നല്ല പറയണത്. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ലൈഫിനോടുള്ള അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് വ്യൂ മാറും. എൻ്റെ ഭാര്യയ്ക്ക് എന്താണ് ആവശ്യം, അതെനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണം. എൻ്റെ മക്കൾക്ക് അവർക്ക് എൻ്റെ പേര് കൊടുക്കണം. അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റണം അത് ചെയ്യണം. അവരുടെ ആഗ്രഹങ്ങൾ നോക്കാൻ വേറെ ആരുമില്ലല്ലോ, ഞാനല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഒരിക്കലും അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു വിഷമമോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് ഈ പാഠങ്ങൾ, അതായത് ലൈഫിൽ ഒരിക്കലെങ്കിലും ഒരു ക്യാൻസർ സെൻറ്റർ, ഒരു ജയില്, ഒരു ജിറിയാട്രിക് സെൻറ്റർ, ഒരു ഹോസ്പിറ്റൽ, ടെർമിനൽ ബോർഡ്, ഇതെല്ലാം വിസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ജീവിതം മനസ്സിലാവും. അങ്ങനെ ജീവിതം നന്നായിട്ട് മനസ്സിലാക്കിയ ആൾക്കാരെ ഞങ്ങൾ 2 പേരും. അതായത് പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി പറ്റിച്ച ആൾക്കാരുമുണ്ട്, പൈസ വാങ്ങിക്കാൻ വേണ്ടി മാത്രം കൂടെ നിൽക്കുന്നവരുമുണ്ട്, അതുമല്ല എത്ര വേണമെങ്കിലും തരാം നിങ്ങൾ ഉണ്ടായാൽ മതി എന്ന് പറയുന്ന നല്ലവരുണ്ട്. ഇപ്പോൾ ലൈഫ് ഇസ് എ മിക്സ് ഓഫ് എവറിത്തിങ്. ആ രീതിയിൽ നോക്കുമ്പോൾ അക്സെപ്റ്റൻസ്, കുട്ടികളെ അക്സെപ്റ്റ് ചെയ്തത് അത് വലിയ കാര്യമല്ല. എൻ്റെ ലൈഫിൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. എനിക്ക് ഇപ്പോൾ അപ്പ എന്ന് വിളിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ മക്കൾ, എനിക്കവർ ജീവനാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും നല്ല വഴി. അപ്പോൾ അവർ എന്നെ അപ്പാന്ന് വിളിക്കുന്നതിൽ കുഞ്ഞുമോൾക്ക് ഒരു പ്രശ്നവുമില്ല. ഈ കുഞ്ഞുങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ എന്ന് പറയുന്ന ആൾക്കാർ കല്യാണം കഴിക്കാൻ വരുന്ന ഈ അങ്കിൾ അറിയാമോ എന്നാണ് പഠിപ്പിക്കുക. ആ കുട്ടികൾ അങ്കിളെന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പേര് വിളിച്ച് പഠിക്കും. എൻ്റെ മക്കൾ അങ്ങനെയല്ല, എന്നെ അപ്പാന്ന് തന്നെയാണ് വിളിക്കുന്നത്. അത് വലിയൊരു അനുഗ്രഹമാണ്. അത് ഞാൻ എത്രയോ പ്രാവശ്യം താങ്ക് യു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മനസ്സിലായിട്ടില്ല ഞാൻ താങ്ക് യു പറഞ്ഞു. അല്ല, ഇന്നലെ അങ്ങനെ മോള് ഡാൻസ് ചെയ്യാൻ പോയെടുക്ക ഏട്ടൻ അങ്ങോട്ട് പോവുക, അവളെ തിരിച്ചു അപ്പൊ അതിനെ കൂട്ടാൻ വന്നു. കൂട്ടാനെ കേട്ടില്ല, സാരമില്ല കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ ഞാനും കൂടി കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് വെള്ളം കിട്ടിയേ പറ്റുള്ളൂ പറഞ്ഞു. എവിടെയുള്ളതെന്ന് വെച്ചാൽ അത് പോയി വാങ്ങി. ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്ക് അത്രയും ഫീല് വന്നു. അവൾ ഇത്രയും ഇങ്ങനെ മുന്നേ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, അപ്പ വിളിക്കും, പിന്നെ അതൊരു ബ്രേക്കായി. എന്താണെന്നറിയില്ല, നമ്മളെ പിള്ളേരുടെ മനസ്സിലെന്താണെന്നറിയില്ല. പലരും ഉപദേശിക്കുന്നുണ്ടാവും, ഫ്രണ്ട്സുകൾ ഉണ്ടാവാം, നമ്മളെ ബന്ധുക്കൾ തന്നെ ആവാം, നാട്ടുകാർ ആരെങ്കിലും ആവാം. അപ്പം അതൊരു കുറച്ച് ബ്രേക്ക് വന്നപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ കുറച്ച് ദിവസമായി ഇപ്പം അപ്പായുടെ വിളിയാണ്. പക്ഷെ ഇന്നലെ എന്തോ അവളിങ്ങനെ വയ്യാണ്ടിരിക്കുമ്പം അമ്മയെ തന്നെ വിളിച്ചിട്ടില്ല. ശരിക്കും അപ്പാന്ന് മാത്രമേ വിളിച്ചുള്ളൂ. അപ്പാ എനിക്കത് വേണേ, അപ്പാ എനിക്കിത് വേണേ, ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ഞാൻ പറയുന്നു അതുപോലെ ഇതൊരിക്കലും മറ്റുള്ളവർ നമ്മുടെ ലൈഫിൽ വേണ്ടി ഇതൊരിക്കലും കടല്ലേന്ന് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അവളിങ്ങനെ 18 വയസ്സായി, ഉദ്ദേശം ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ട്, ഇല്ല നല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതിലൊരു ബ്രേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഒക്കെ എൻ്റെ മനസ്സിങ്ങനെ പടഞ്ഞു, ശരിയായിട്ട് പോവല്ലേ കയ്യിൽ നിന്ന്. ഇതെനിക്ക് തിരിച്ച് കിട്ടിയതുകൊണ്ട് അത്രയും സന്തോഷം. എന്താ പറയണ്ടല്ലോ, എനിക്ക് സങ്കടം തരും. അവളപ്പാന്ന് ഇത് മോൻ പിന്നെ എപ്പോഴും എന്താണ് അവൻ്റെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയില്ല അപ്പ വിളി. പക്ഷെ ഇത് അങ്ങനെയല്ല, അത് അമ്മന്ന് വിളിച്ചിട്ടില്ല, അമ്മ എനിക്കത് വേണമെന്നല്ല, അപ്പാ എനിക്ക് അത് കേൾക്കുമ്പോൾ ഒരു അല്ലേ, അതപ്പ ശരിക്കും ഒരപ്പ ആയതുണ്ടല്ലോ. എന്തോന്നാ അല്ല, എവിടെയൊക്കെ അവിടെ അത് തിരിച്ചറിഞ്ഞത് കൊണ്ടല്ലേ. അതാണ് ഈ ഉപദേശിക്കുന്നവർക്ക് പലതും ഉപദേശിക്കാം, അനുഭവിക്കുന്നവർക്കല്ലേ അതിന്റെ വേദന അറിയുള്ളൂ. ഇപ്പൊ നന്ദു ആയാലും എന്നെക്കാളും ഞാനിപ്പോൾ എന്ത് ദേഷ്യപ്പെടും. കാരണം
അവര് നല്ലതിലേക്ക് വരണം എന്ന് വെച്ചിട്ട് പക്ഷെ ഏട്ടൻ അത് ഉപദേശത്തിലേക്ക് കൂടിയാണ് പറയുന്നത്. എനിക്കത് കിട്ടൂല, എനിക്ക് ദേഷ്യപ്പെടാനേ അറിയുള്ളൂ. പക്ഷെ ഉള്ളിൽ സ്നേഹമില്ല, എനിക്ക് വേഗം ദേഷ്യം വരും. അത് സങ്കടം കൊണ്ടുള്ള ദേഷ്യമാണ്. എനിക്ക് സങ്കടം വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുമോ. അപ്പൊ ഏട്ടൻ പറയല്ലേ കുഞ്ഞുമോളെ അങ്ങനെ പറയല്ലേ. അപ്പൊ ഏട്ടൻ പറഞ്ഞത് പിള്ളേർക്ക് ഉപദേശിച്ചു കൊടുക്കും. അപ്പൊ അത് മനസ്സിലാവും. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ മോൻ വേഗം അപ്പനെ വിളിക്കുക അങ്ങനെ. അതൊക്കെ കേൾക്കുമ്പോ എനിക്ക് കണ്ണു വിടാതിരിക്കട്ടെ എന്ന് ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നു. എല്ലാരും പറയും ഇങ്ങനെ കണ്ണു വിടാതിരിക്കട്ടെ, കണ്ണു വിടാതിരിക്കട്ടെ. സത്യം ഞാനും എല്ലാവരോടും പറയുന്നു, ജീവിതം തകർക്കാൻ ആരും നോക്കല്ലേ. ഒരുപാട് അനുഭവിച്ചതാ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നവർ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എൻ്റെ ഫാമിലി നോക്കേണ്ട എൻ്റെ ഡ്യൂട്ടി അല്ലേ. അവിടെ ഡയലോഗ് അടിക്കാൻ വരുന്ന ഒരു പണിയില്ലാത്ത ഈ കമൻറ്റ് തൊഴിലാളികൾ തന്നെ, കാരണം പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാർ കുറേ പേരുണ്ടാവും. അപ്പോൾ ആ കമൻറ്റ് തൊഴിലാളികളോ അല്ലെങ്കിൽ കമൻറ്റ് രോഗികളോ അവർക്ക് വേഗം അസുഖം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോഴും ഞാൻ അല്ലേ ഈ നമ്മളെ ഈ മോശം കമൻ്റ് ഇടുന്ന ആൾക്കാരോട് പറയുന്നു, ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ഒരാൾ അച്ഛനാവൂല. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇനി നിങ്ങൾ എന്നെ എത്ര പറഞ്ഞാലും എൻ്റെ മക്കളെയും ഇനി മോളെയും ഏട്ടനെയും ചേർത്ത് പറഞ്ഞാലോ എത്ര പറഞ്ഞാലും ജനിപ്പിച്ചത് കൊണ്ട് ഒരാൾ അച്ഛൻ ഒരിക്കലും ആവൂല. അയാൾ അച്ഛൻ എന്ന് പറയണമെങ്കിൽ ഈ പറയുന്നവർ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എൻ്റെ മക്കൾ എത്ര പ്രാവശ്യം വിളിച്ചു? ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? വിളിക്കുന്നുണ്ടോ? മോൻ ഇപ്പം 10 വയസ്സാവാനായി, മോക്ക് 18 വയസ്സ് പൂർത്തിയായി. ഇതിൻ്റെ ഇടയിൽ എത്ര പ്രാവശ്യം അവൾ അച്ഛൻ വിളിച്ചു? അവൾ ഉണ്ടാക്കി അച്ഛൻ തന്നെ വിളിച്ചു. ഞാൻ മലയാളത്തിൽ പച്ച മലയാളം തന്നെ പറയുന്നു. ഈ എഴുതുന്നവർക്ക് പലതും എഴുതാം, ഉള്ളിലെ അവസ്ഥ ആർക്കും അറിയില്ല അല്ലേ. അവർ ഒരു പ്രാവശ്യം പോലും വിളിച്ചില്ല. അതാണ് മോന് 10 വയസ്സായി. പിന്നെ ഈ എഴുതുന്നവർ എന്തർത്ഥം വെച്ചിട്ട് എഴുതുന്നത് മനസ്സിലാവുന്നില്ല. 1.25 വയസ്സിൽ അതിലൊരു പ്രാവശ്യം കൊണ്ടായിരിക്കും മോൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. അതും അത്ര അറിവില്ല, ഒരു 2 ആ ഒരു ഏജിലായിരിക്കും അങ്ങോട്ട് പോയത് ഒറ്റ പ്രാവശ്യം. അത് കേസിൻ്റെ കാര്യത്തിൽ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ പോയത് മാത്രം. ഒരു സാധാരണ ഞാൻ വീട് ഇപ്പം ഇത്ര ഇതായിട്ട് പറഞ്ഞിട്ടില്ല, ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. സാധാരണ ഒരു അമ്മയും മോനും അവരെ മക്കളാണ് എന്നങ്ങനെ അമ്മയെങ്കിലും വിളിക്കാൻ അല്ലേ, എൻ്റെ മോൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇതെൻ്റെ ചോരയല്ലേ, ഇതെൻ്റെ മോൻ്റെ ചോരയല്ലേ എന്ന് പറഞ്ഞിട്ട് വിളിക്കും അല്ലേ. അവർ പോലും വിളിച്ചിട്ടില്ല, അവർ ആരും വിളിച്ചിട്ടില്ല. ഇപ്പോഴും അവർ ഞാൻ അറിഞ്ഞു അവ എക്സിൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണ്, നീ മക്കളൊന്ന് കാണിച്ചു കൊടുക്കണം. എനിക്ക് ഒരു വിരോധവും എനിക്കില്ല, ഞാൻ കാണിച്ചു കൊടുക്കും. പക്ഷെ അവർ കാണണമെന്ന് പറഞ്ഞു. നമ്മളവിടെ പോയിട്ട് അവർ ആട്ടി ഇറക്കിയെങ്കിലോ ഞാൻ കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അവർ പറയണ്ടേ, അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ നമ്പർ അറിയാം, എല്ലാ നമ്പറും കാര്യങ്ങളും ഒക്കെ ഞാൻ മാറ്റിയിട്ടില്ല. ഇപ്പോഴും അത് തന്നെ. അവരാരും പറഞ്ഞില്ല എന്നയ്യോ അവന് മക്കളെ കാണണം അല്ലെങ്കിൽ അവൻ്റെ അമ്മക്ക് മക്കളെ കാണണം, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്നോട് പറഞ്ഞ വ്യക്തിയോട് പറഞ്ഞു, അവർ പറയട്ടെ, ഞാൻ കൊണ്ടുപോവാം, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇപ്രാവശ്യം കണ്ണൂർ പോകുന്നുണ്ട്, ഞാൻ പോകണോ, മക്കളെ കൊണ്ടുപോവാം. ഇല്ലെങ്കിൽ മക്കളോട് ഞാൻ ചോദിച്ചു, ഞാൻ കൊണ്ടുപോകണോ? എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല, ഒന്നുമില്ല. എൻ്റെ ലൈഫ് എന്തായിരുന്നു, അതെങ്ങനെ ആയി തീർന്നു എന്ന് എനിക്കും അറിയാം, എന്നെ അറിയുന്നവർക്കും അറിയാം. ഈ എഴുതുന്നവർക്ക് ഒന്നും അറിയില്ല സത്യാവസ്ഥ. ഇനി അവൻ്റെ ടീം തന്നെ ആണെങ്കിലും രണ്ടടിക്കുമ്പം നിങ്ങൾക്ക് പലതും തോന്നും, കൂടെ കൂടുമ്പം പലതും തോന്നും. ഉള്ളിലെ സത്യാവസ്ഥ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഈ എഴുതുന്നവരൊന്ന് വിളിച്ച് ചോദിക്കും, എത്ര പ്രാവശ്യം മക്കളെ വിളിച്ചിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു നോക്കി, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വാ, എന്നിട്ട് നേരിട്ട് വാ, ഞാൻ സംസാരിക്കാം. അല്ലാണ്ട് ഇതിനകത്ത് കുത്തിക്കുറിച്ച് മക്കൾക്ക് ചിലപ്പോൾ മക്കൾക്ക് ഇതൊക്കെ കാണുമ്പം ഉണ്ടാവും പലതും പറയുന്ന കേൾക്കുമ്പം പെട്ടെന്ന് അവരുടെ മനസ്സും ചിലപ്പം മാറാം. പിള്ളേർ അത്രേ ആയിട്ടുള്ളൂ, കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള പക്വത ആയിട്ടില്ല. എനിക്ക് തന്നെ വന്നത് 32ാമത്തെ വയസ്സിലാണ്. എന്നിട്ട് ഇപ്പം പക്വത ഉണ്ടോ ചോദിച്ചാൽ വലിയ പക്വതയൊന്നും ഇല്ലെങ്കിലും 2 മക്കളെ പ്രസവിച്ച് എത്ര പോലെ ആക്കിയതാ, വീണ്ടും ഒരു കല്യാണം കഴിച്ചു. ഇതിൽ വന്ന് കുറേ മാറ്റങ്ങൾ എനിക്കുണ്ട്, ഇല്ലയെന്നല്ല. ചിലപ്പോൾ സംസാരത്തിൽ നിങ്ങൾക്കത് മാറ്റമില്ല എന്നൊക്കെ തോന്നും, മന്ദബുദ്ധിയാന്നൊക്കെ തോന്നും. എത്ര മന്ദബുദ്ധി ആയാലും കാര്യങ്ങളൊക്കെ ഞാൻ കാര്യം പോലെ നടത്തുന്നുണ്ട്. നിങ്ങളെ ഈ പറയുന്നവര് നിങ്ങളെ വീട്ടിലെ കാര്യം നോക്കുന്നുണ്ടോ എന്ന് നോക്ക്. ദേഷ്യം വരൂല്ലേ, ഇത് എത്ര വെച്ചിട്ട് നേരിട്ട് വാ. ഞാൻ അപ്പോഴും പറയണ്ട്, കമന്റിൽ കൂടി പറയണ്ട്, നിങ്ങൾ നേരിട്ട് വാ, സംസാരിക്കാം. പെണ്ണുങ്ങൾ അടക്കം പറയുന്നുണ്ട്,
നിങ്ങൾ അല്ല, ഈ നേരിട്ട് വന്നോ? പലപ്പോഴും ഞാൻ ഇത് അത്രയും ധൈര്യപൂർവ്വം വിളിക്കുന്നതാണ്, നേരിട്ട് വന്നോ. ഇപ്പൊ എൻ്റെ താടിയോ അല്ലെങ്കിൽ ഒരു ലേഡീനെ കുറിച്ച് മോശമായിട്ട് കമന്റ് ചെയ്യുന്നു ഈ ആൾക്കാർക്ക്, ഇവരൊന്നും കുടുംബത്തിൽ അതേപോലെ അച്ഛനമ്മയ്ക്ക് ജനിച്ചവരല്ലേ? അവർക്കൊന്നും ഈ പറയുന്ന ഒന്നുമില്ലേ? ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് അവരുടെ അമ്മയ്ക്കും പെങ്ങന്മാർക്കെല്ലാം ഉള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ വളർത്തിയാൽ വളരുന്ന താടിയുള്ള അച്ഛനുള്ള ആൾക്കാർ തന്നെയാണ്. എൻ്റെ താടി അവരെ ദ്രോഹിക്കാനോ അവരെ കുത്താനോ പോയിട്ടില്ല. കുഞ്ഞുങ്ങളെ പോലും കുത്തി ദ്രോഹിപ്പിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇരിക്കുന്നത് ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ ഒരു പണിയില്ല എന്ന് മനസ്സിലായത് കൊണ്ട്, അതിനെപ്പറ്റി കെയർ ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. വി ജസ്റ്റ് ഡോണ്ട് കെയർ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞ പോലെ നേരിട്ട് വന്ന് പറയാൻ, ആരെങ്കിലും നേരിട്ട് വന്ന് കുറ്റം പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ, നമുക്ക് സംസാരിക്കാം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ കമന്റ് ഇടുന്നവരായിരുന്നാലും ആരായിരുന്നാലും ഇവിടെ വന്ന് നോക്കൂ അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ഇവിടെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. കാരണം ഞാനിപ്പോ വന്നിട്ട് ഇപ്പൊ ഒരു 3 hours ആവും മാക്സിമം, അല്ലെ? അതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അതെ, അതിന് മുമ്പും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിതൊരിക്കലും ഫീൽ ചെയ്തില്ല ഇതൊരു റോങ് ഡിസിഷൻ ആയിരുന്നു ഇവർ എടുത്തത് എന്ന് എനിക്ക് ഇതൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഇത്രയും സംസാരിച്ചു, അപ്പോഴും ഒരു വളരെ ഹാപ്പി കപ്പിളാണ്. അത് മാത്രമല്ല നല്ല രീതിയിൽ ജീവിക്കുന്നു. 2 നല്ല ഓമനത്തുള്ള കുട്ടികളും ഉണ്ട്. അല്ലെ, പിന്നെ അതുപോലെ ഒരു മിനിറ്റ്, പിന്നെ പലതിലും വന്നു മോളെ ചേർത്ത് പിടിച്ചില്ല എന്ന്. ഇപ്പം എന്നെ ഞാൻ ചേർത്തോളും ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കൊരു പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയാം. പലരെ ഉപദേശങ്ങളായി, അത്രയും ചിലപ്പോൾ കണ്ണു കൊണ്ടതാവാം നമ്മുടെ ലൈഫിലും. അപ്പോൾ അതിനകത്ത് ഒരു ലേഡി വന്ന് അതിന് റിപ്ലൈ കൊടുത്തു, ഇത് ചേർത്ത് പിടിച്ചാൽ നാളെ വരുന്ന കമൻറ്റുകൾ അവർക്ക് അറിയാം എന്താണ്, അതുകൊണ്ടാണ് അവരത് ചെയ്യാത്തത്. ശരിയാണ്. ഇത് വീണ്ടും പറയും ഞാൻ പറഞ്ഞില്ല, അത്രയും അപ്പ വിളിച്ച് അത്രയും അവർ നല്ല സ്നേഹത്തിലാണ്. അച്ഛനാവാൻ തന്നെ പറ്റും, അച്ഛൻ്റെ മകൾക്ക് അച്ഛൻ്റെ മകളാവാൻ തന്നെ പറ്റും. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതെല്ലാം നമ്മളിപ്പോ പുറമെ വീഡിയോയിലൂടെ കാണിക്കണമെന്നുണ്ടോ? അല്ല, ഞാനതാ പറഞ്ഞേ. ഞങ്ങളുടെ ലൈഫ് ഇപ്പൊ ഞാൻ കുളിക്കാറുണ്ട്, പല്ല് തേക്കാറുണ്ട്, ഇതെല്ലാം വീഡിയോ ഇട്ട് മഹാബോറല്ലേ? അല്ല, ഇതൊക്കെ സത്യമായിട്ട് ഞാൻ പല്ല് തേക്കാറുണ്ട് കേട്ടോ. ഓ അപ്പനെ ചേർത്ത് പിടിച്ചില്ല. ഇല്ല, കുഞ്ഞുമോക്ക് കംപ്ലൈന്റ് ഉള്ളത് ഞാനും മോനും പല്ല് തേക്കുന്നത് ശരിയല്ല എന്നാണ്. അപ്പൊ അതൊക്കെ വീഡിയോ എടുത്തിടാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം. അല്ല, ചിലപ്പോ അതൊക്കെ കാണുമ്പോ മക്കളെ മനസ്സിനകത്തേക്ക് ഒരു ഇത് വരുവേ, എന്നെ ചേർത്ത് പിള്ളേ ശരി എന്തോ ഉണ്ടോ, അങ്ങനെയൊക്കെ ഒരു വരും. പക്ഷെ എഴുതുന്നവർക്ക് ഭ്രാന്ത്, ഭ്രാന്ത്. ഇവർക്ക് വീട്ടിനകത്ത് ഇതൊന്നും അവർക്ക് സ്നേഹപരമായിട്ട് നീങ്ങാൻ പറ്റുന്നത് നമ്മളെ. നമുക്ക് ഈ ഗവൺമെന്റ് ചെയ്യുന്ന തൊഴിലുറപ്പ് പദ്ധതി പോലെ ഈ കമ്പനി തൊഴിലാളികൾക്ക് എന്തെങ്കിലും ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കാം. ഇത് ഒരു പണിയില്ലാത്തോണ്ടല്ലേ. ഇപ്പൊ നടക്കുന്നത് നമ്മുടെ ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. പാക് ഇന്ത്യ യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ നടക്കുന്നു. ഇതൊന്നും നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിന്റെ ഇടയിലായിരിക്കും അല്ലേ ബാക്കിയുള്ളവരെ കുറ്റം പറയാനും കൂടി ആൾക്കാർ സമയം കണ്ടെത്തുന്നു എന്നുള്ളത്. ഇപ്പോൾ എടുത്തു പറയാനുള്ളൊരു കാര്യം, ഐഡിയോളജിക്കലി ഒരു കൺട്രീനെ ഡിവൈഡ് ചെയ്തിട്ട് ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് റാറ്റിൽ ഫ്ലൈങ് വരച്ച് ഒരു രാജ്യമായിരുന്ന, ഒരുമിച്ച് ജീവിച്ചിരുന്ന, ഒരു വീട്ടിൽ അടുപ്പിലുണ്ടാകുന്ന കഞ്ഞി അടുത്ത വീട്ടിൽ കുടിച്ച് അവിടെ നിന്നുള്ള ഫിരണി വാങ്ങിച്ച് ഇവർ കഴിച്ചിട്ടുള്ള അങ്ങനെ ഒരു ഫാമിലിയെ എല്ലാം വെട്ടിമുറിച്ച് 1947 ശേഷം 2 രാജ്യമായി, തമ്മിൽ വഴക്കായി, ബഹളമായി, ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ആയി, മതപരമായ ഡിഫറൻസ്, കൾച്ചറലായ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാമോ ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. ശരിക്കും ഇത് ആവശ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ചെയ്തൊരു മിസ്റ്റേക്ക്. ഈ റാറ്റിൽ ഫ്ലൈനിൽ പോലും ഒരു ഗ്രാമം 2ആയി പിരിഞ്ഞപ്പം ഒരുമിച്ചിരുന്നവർ 2 ഗ്രാമത്തിലുള്ള ആൾക്കാർ, 2 രാജ്യത്തിലുള്ള ആൾക്കാർ ബോർഡറായി, പ്രശ്നമായി. അത് തെറ്റായ രീതിയിൽ എനിക്ക് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്, ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്, കുഞ്ഞുമോക്കുണ്ട് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്, ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്, സർദാർജീസ് അല്ലെങ്കിൽ സിഖ് വംശജരുണ്ട്, ജൈന മതക്കാരുണ്ട്, ബുദ്ധിസ്റ്റ് ഉണ്ട്, എല്ലാ മതക്കാരുണ്ട്. ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ഈ പ്രശ്നം വരുന്നത് ആ തലയ്ക്കകത്ത് അതിനെ അടിച്ചേൽപ്പിച്ച് ഇവൻ ചീത്ത, ഇവൻ നിന്നെ ദ്രോഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈ കോണ്ടെക്സ്റ്റാണ് ശരി, ആ കോണ്ടെക്സ്റ്റാണ് ശരി എന്ന് പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുമ്പോഴാണ്. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ കമൻറ്റ് രോഗികളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത്രയേ ഉള്ളൂ. കാരണം ഇവരെല്ലാം ഈ യൂറോപ്പിന് ജനിച്ചവരാ, പണ്ടത്തെ ബ്രിട്ടീഷുകാർക്ക് ജനിച്ചതാണ്.
തിരിച്ചു വരാല്ലേ. അപ്പോ അത് ചീത്തയായി പോയി. സാമൂഹ്യ പ്രശ്നം നടക്കുന്നു, അതിനെ കുറിച്ച് എന്താണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ആസ് എ ഇന്ത്യൻ ഐ വിൽ സപ്പോർട്ട് മൈ കൺട്രി. തീർച്ചയായിട്ടും, കാരണം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പെഹൽഗാമിൽ ടൂറിസ്റ്റിൻ്റെ അടുത്ത് നീ ഏത് മതസ്ഥനാണെന്ന് ചോദിച്ച് വെടിവെച്ച് കൊല്ലാനുള്ള അത്രയ്ക്ക് മനസ്സ് ദ്രോഹമുള്ള ആൾക്കാർ. അത് ഏത് രാജ്യമാണ് സപ്പോർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണത് സപ്പോർട്ട് ചെയ്യുന്നത്, അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ എൻ്റെ മതം ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ ഉള്ള റീസൺ ആവുന്നില്ല. കാരണം ഏത് മതസ്ഥരും ഒരേ മഴയാണ് നനയുന്നത്. എനിക്ക് വേറെ മഴ, വേറെ മതസ്ഥന് വേറെ മഴയില്ല. ഒരേ ചൂടാണ് അനുഭവിക്കുന്നത്. ഇപ്പം രണ്ടുപേരും ഞങ്ങൾ അപ്പം അങ്ങനെ ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സെറ്റിൽ തന്നെ എല്ലാ മതക്കാരും ഉണ്ട്. ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. സോ അങ്ങനെയുള്ള തീവ്രമായ ചിന്തയെന്ന് ഞാൻ പറയില്ല, തെറ്റായ ചിന്തയുള്ള ആൾക്കാർ അവർ ആ വിഷം ബാക്കിയുള്ളവരിലേക്ക് പകരുന്നതിന് മുന്നേ അതിന് ഒരു തീരുമാനമുണ്ടാകുന്നു. അതിനിപ്പോൾ യുദ്ധമാണ് നടക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ രാജ്യം ചെയ്യുന്ന ഡിസിഷന് ഞാൻ കൂടെ നിൽക്കേണ്ടത് ബാധ്യസ്ഥനാണ്. കാരണം ഞങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ് ആണ് ഭരിക്കുന്നത്. അവരെടുക്കുന്ന ഡിസിഷൻ നമ്മൾ കൂടെ നിൽക്കണം. കാരണം നമ്മളാണ് തിരഞ്ഞെടുത്തത്. അവരൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് എവിടെ പോയിരുന്നു എൻ്റെ ബുദ്ധി എന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് വർഷങ്ങളായിട്ട് ഒരു കാരണമില്ലാതെ ഒരു രാജ്യത്തിനെയും അറ്റാക്ക് ചെയ്യാത്ത ഭാരതം, ഇന്ത്യ അങ്ങനെ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട്. ഒരു സ്ട്രാറ്റജിക് ഓപ്പറേഷൻ, ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന് പെഹൽഗാം അറ്റാക്ക് ഒരു റീസൺ ആണെന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പാടില്ലായിരുന്നു, തെറ്റായിരുന്നു. അല്ലെങ്കിൽ ഈ പാർലമെൻറ്റ് അറ്റാക്ക് നടക്കാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉള്ള ഓരോ ടെററിസ്റ്റ് അറ്റാക്സ് നോക്കുകയാണെങ്കിൽ 1972 യുദ്ധം നടക്കാൻ പാടില്ലായിരുന്നു, ഇൻഡോ പാക് വാർ നടക്കാൻ പാടില്ലായിരുന്നു, ഇൻഡോ ചൈന വാർ നടക്കാൻ പാടില്ലായിരുന്നു, കാർഗിൽ ഓപ്പറേഷൻ അങ്ങനെ നടക്കാൻ പാടില്ലാത്തതായിട്ട് പലതും നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പല ആൾക്കാരുടെയും ജീവൻ പോയിട്ടുണ്ട്. അത് അത്രത്തോളം നല്ല മനസ്സോടുകൂടി ഒരു രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കളഞ്ഞിട്ടുള്ള, അത് ബോംബെയിലുണ്ടായ അറ്റാക്കിൽ പോലീസുകാരുൾപ്പെടെ അവിടം തൊട്ട് സന്ദീപ് ഉണ്ണികൃഷ്ണൻ ആയാലും ശരി, ബാക്കിയുള്ള എല്ലാവരായാലും ശരി, ബോർഡറിലുള്ള സോൾജേഴ്സിന് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. ആൻഡ് അതിനെ തെറ്റ് ശരി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനു വേണ്ടിയിട്ടാണ് ഒരാളുടെ ജീവൻ എടുക്കാൻ നമുക്ക് എന്ത് റൈറ്റാണുള്ളത്? അത് നീ ഹിന്ദു ആണോ എന്ന് ചോദിച്ചിട്ട് വെടിവെച്ച് കൊല്ലുക, അത് ഫാമിലിയുടെ മുന്നിൽ ചെയ്യുക, മോശമല്ലേ? മൃഗങ്ങൾ പോലും ചെയ്യില്ല. ഏതെങ്കിലും ഒരു മൃഗം വന്നിട്ട് എക്സ്ക്യൂസ് മീ, ഞാനൊരു സിംഹമാണ്, നിങ്ങൾ എന്താണ്, പുലിയാണോ കരടിയാണോ എന്ന് ചോദിച്ചിട്ടല്ല അറ്റാക്ക് ചെയ്യുന്നത്. അതിന് വിശക്കുന്ന സമയത്ത് അതിന് ഹണ്ട് ചെയ്യുന്ന ആ ഒരു ഇത് മാത്രമാണ്, തമാശയ്ക്ക് ചെയ്യില്ല. മൃഗങ്ങളെക്കാളും മോശമായി തുടങ്ങിയിരിക്കുന്ന മനുഷ്യൻ, അത്രയുള്ളൂ. അപ്പം അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോൻ ചോദിച്ചു എന്തായിരുന്നു ഈ സൈറൻ, എന്താണ് ഈ മോക്ക് ഡ്രിൽ എന്ന് ചോദിച്ചപ്പോൾ ഇതിങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യുകയാണോ? അപ്പോൾ അല്ല, ഇതിങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ ഒരു യുദ്ധം നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലും എനിക്ക് ഒരു നന്മയെ ഉണ്ടാവാനുള്ളൂ. ഇവൻ്റെ ഒരു സുഹൃത്ത് പോലും മതത്തിൻ്റെ പേരിൽ സുഹൃത്താവാൻ പാടില്ല. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരുമായിരുന്നു. ക്രിസ് അയ്യർ എന്ന പേര് അയ്യർ മാറ്റിയതാണ്, അങ്ങനെയാണ്? അങ്ങനെയില്ല, അങ്ങനെയാണെന്ന് പറയില്ല. ഞാൻ ആലോചിച്ചത് എപ്പോഴും എല്ലാവർക്കും ക്രിസിൻ്റെ അമ്മ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അമ്മ, കണ്ണൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് വേണ്ടി അച്ഛനും കുറേ ചെയ്തിട്ടില്ലേ, ഒത്തിരി ചെയ്തിട്ടുണ്ട്, കുറേ സഹിച്ചിട്ടുണ്ട്, കുറേ അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ ഐ ക്യാൻ ക്യാരി ദ ലെഗസി ഫോർവേഡ് ബൈ ഹാവിങ് മൈ ഫാദേഴ്സ് നെയിം അലോങ് വിത്ത് മീ. അപ്പോൾ ഇന്ന് പല ആൾക്കാരും വേണുഗോപാൽ സാർ എന്ന് എന്നെ വിളിക്കുന്നത്, അത് അച്ഛനാണ്. ഞാൻ ക്രിസ് വേണുഗോപാലിലെ ക്രിസ്സാണ്. അപ്പോൾ അങ്ങനെ അച്ഛൻ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ആ ഒരു പേരിലെ സ്ഥാനം. ഐ എം പ്രൗഡ് ടു ബി ഹിസ് സൺ. അത് പറയാനുള്ള വേറൊരു രീതിയാണ് ക്രിസ് വേണുഗോപാലായത്. പിന്നെ ക്രിസ് എന്നുള്ള പേരിലാണ് ഞാൻ ആദ്യം ജോക്കായിരുന്നത്. അപ്പോൾ ആ സ്റ്റേഷനിൽ നിന്ന് മാറിയപ്പോൾ തമിഴ് റേഡിയോയിൽ വന്നപ്പോൾ ക്രിസ് അയ്യർ എന്നുള്ള പേരും, അപ്പോൾ 2 പുസ്തകങ്ങൾ അയിലൂർ വി കെ എന്നുള്ള പേരിലും ക്രിസ് അയ്യർ എന്നുള്ള പേരിലും ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ക്രിസ് വേണുഗോപാലായിട്ട് ഞാൻ എഴുതാൻ തുടങ്ങിയതും അത് കുറേ കാലമായിട്ട് അങ്ങനെ തന്നെ ആ ഒരു സൂഡോനിം തന്നെ കീപ്പ് ചെയ്തിട്ട് ഇന്നും കൃഷ്ണൻ അയിലൂർ വേണുഗോപാൽ എന്നുള്ള ഒഫീഷ്യൽ നെയിം തന്നെ വേറൊന്നും മാറിയിട്ടില്ല. ബട്ട് എന്നെ എല്ലാവരും അറിയുന്നത് ക്രിസ് വേണുഗോപാൽ. അച്ഛൻ്റെ പേര് എനിക്ക് എപ്പോഴും ക്യാരി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് എനിക്ക് തോന്നുന്നു ശബ്ദം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാട്ടിൽ വൈൻഡപ്പ് ചെയ്യാം. ഓ ആയിക്കോട്ടെ. ഏതാ പാട്ട്? രവീന്ദ്ര മാഷ് സംഗീതം നൽകി, ദാസേട്ടൻ
ദാസൻ്റെ സ്വന്തം ലേബലിൽ പുറത്തിറക്കിയ വസന്തഗീതങ്ങളിലെ ഒരു പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ആ പാട്ട് തന്നെ ആവാം. ചുറ്റമ്പലത്തിലെ ചുമർ ചിത്രഭംഗിയിൽ സുന്ദരി തേടുന്നതാരേ ആരേ ചുറ്റമ്പലത്തിലെ ചുമർ ചിത്രഭംഗിയിൽ സുന്ദരി തേടുന്നതാരേ ആ ചിത്രമെഴുതിയ മരനയോ അതിലെ അവതാര ദേവനയോ പറയൂ നീ വലം തിരിശങ്കിൽ തുളസി തീർത്ഥം മലയജ കുങ്കുമ മഹാപ്രസാദം പ്രദക്ഷിണ വഴിയിൽ അഴകിന്നഴകേ നിന്റെ മനോഹര രൂപം മദാലസരൂപം കോമളരൂപം വലം പിരിശങ്കിൽ തുളസി തീർത്ഥം. ആദ്യത്തെ കിട്ടും അതുപോലെ ഇതുണ്ട്. അപ്പനുണ്ടാകും ഒരു പട തൊട്ടു വിളിച്ചു പഠിക്കും പഠിക്കും. ആ താഴിട്ടു പൂട്ടുമെഞ്ചിലെ വാതിലിൽ മുട്ടി വിളിക്കൂ ആരിരാരിരാരോ ആരാരോ ആരിരാരിരാരോ. സൂപ്പർ സൂപ്പർ. എന്നും ഇങ്ങനെ പാട്ടൊക്കെ പാടി സന്തോഷിച്ചു. അയ്യോ ഞങ്ങള് പാട്ട് പാടി പാട്ട് കേട്ട് ഇതാ കഴിഞ്ഞ ദിവസം മോഹൻ വീണയൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ കിളിപോയി നിൽക്കുക. ഓക്കെ, അപ്പോൾ സന്തോഷമായിട്ട് തന്നെ പോട്ടെ ഈ ലൈഫ്. ഇനി മുന്നോട്ട് വളരെ നല്ല രീതിയിൽ തന്നെ എന്നും ഈ ഒരു ചിരി മായാതെ. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയെന്ന്, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വരിക. ശ്രീകണ്ഠേശ്വരത്തോ അല്ല പിന്നെ എവിടെയാണ് ചേട്ടാ? ശ്രീകണ്ഠേശ്വരം ശിവന്റെ അമ്പലത്തിന്റെ അടുത്ത് വന്നാൽ മതി, നമ്മൾ ഉണ്ടാവുക. എന്ത് സംശയവും വേണ്ടാത്ത സംശയങ്ങളോ വരണ്ട. ഈ പറഞ്ഞിട്ടുള്ള സംശയങ്ങളുണ്ട്, കുറെ കമന്റ് രോഗികൾ വന്നിട്ടുണ്ടല്ലോ, അവർക്ക് സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് ഓക്കെ, താങ്ക് യു സോ മച്ച്.